ഹലോ എവ്രി വൺ. പണ്ടൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തെ ജോലിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ മെത്തേഡ്സും ഓവൻ വെച്ചും ഓവൻ ഇല്ലാതെയും ഒത്തിരി റെസിപ്പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. എല്ലാ വീടുകളിലും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ഐറ്റമാണ് കേക്ക്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പൊടിയാണല്ലോ. പൊടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇത് നിങ്ങൾക്ക് 2 കപ്പ് മൈദ എടുക്കാം, അല്ലെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഓരോ കപ്പ് വെച്ചിട്ട്, ഒരു ചെറിയ നുള്ള് ഉപ്പ്, 3 മുട്ട ഉപയോഗിക്കാത്തവർക്ക് പാൽ ഉപയോഗിക്കാം. പാൽ വേണ്ടി വരുന്നത് ഏകദേശം 1.5 കപ്പ് പാൽ വേണ്ടി വരും. പിന്നെ 1 കപ്പ് എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കനോല ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ. പിന്നെ പഞ്ചസാര ഞാൻ അതുപോലെ പകുതി എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ള പഞ്ചസാരയും 1 കപ്പ് ബ്രൗൺ ഷുഗറും. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഏലക്ക. പിന്നെ ഒരു കപ്പ് ക്യാരറ്റ്, ഗ്രേറ്റഡ് ക്യാരറ്റ്, നല്ല പൊടിയായിട്ട് ക്യാരറ്റ് അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പ്രോസസ്സറിട്ട് ശരിക്കും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കുഞ്ഞു പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ എപ്പോഴും കേക്കിന് വേണ്ട പോലത്തെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ബീറ്റർ ഇല്ലാതെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട, നമ്മുടെ ഈ ഏലക്ക, പട്ട, പഞ്ചസാര ഇതെല്ലാം ചേർത്ത് കൊടുക്കും. 2 ടീസ്പൂൺ വാനില എസൻസ്. ഇത് നല്ലോണം അടിച്ചെടുത്തിട്ട് എണ്ണയും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിക്കണം. ഇനി പകുതി ബാറ്റർ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കാൻ പോവാം. ഒന്നിലോട്ട് കൊക്കോ പൗഡർ ഇടും, മറ്റേതിലോട്ട് ക്യാരറ്റ് എടുത്ത് ഇടും. കൊക്കോ പൗഡർ ഇടുന്ന തന്നെ ഈ ബാറ്റർ ഇച്ചിരൂടെ കുറുകും. ക്യാരറ്റ് ഇതിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ അടിക്കുക. മൈദ ഇട്ടതിന് ശേഷം നമ്മൾ അടിക്കരുത്, പതുക്കെ മിക്സ് ചെയ്യാവും. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു കേക്ക് മോൾഡാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയതുകൊണ്ട് ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ നോർമൽ ട്രൈ ചെയ്യുന്ന ഈ ഒരു റോസിൻ്റെ ഇതുണ്ടാക്കി വരുമ്പോഴേ എനിക്കറിയുള്ളൂ ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് നോക്കുകയാണ്. ഇതാ നമുക്ക് നല്ലതുപോലെ ബട്ടർ ചെയ്യണം. ഇതിലേക്ക് ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ്ചറും ചോക്ലേറ്റിൻ്റെ മിക്സ്ചറും മാറി ഒഴിക്കാൻ പോകാം, ഓരോ തവി വെച്ചിട്ട്. ഈ പാത്രത്തിൻ്റെ മുക്കാലേ ഞാൻ ഒഴിക്കുന്നുള്ളൂ, കാരണം ഇത് എത്രത്തോളം പൊങ്ങുമെന്നറിയാത്തതുകൊണ്ട്, പുതിയ പാത്രം ആയതുകൊണ്ട് കറക്റ്റായിട്ട് കണക്കറിയാത്തതുകൊണ്ട്. ചെറിയ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് വരയുക. ചെറിയ രീതിയിൽ ഇതൊന്ന് മിക്സ് ആവാനായിട്ട്, ഇതിൻ്റെ ഉള്ളിൽ ക്യാരറ്റും ചോക്ലേറ്റും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം.
ബൈ.